എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനുമോദന ചടങ്ങിനിടയില് ഗൗരിമോളോട് ചോദിച്ചു, അല്ല ഗൗരിയുടെ ഏറ്റവും വലിയ ആഗ്രഹം പോലീസ് ഓഫീസർ ആവാനാണോ, അതുകൊണ്ടാണ് ഇങ്ങനെ പോലീസ് യൂണിഫോമുള്ള ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു, പോലീസുകാരിയാണ് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതല്ല, എന്റെ പപ്പയെ കണ്ടെത്തണം, എനിക്ക് എന്റെ പപ്പയെ കാണണം, അതാന്ന് പറയണ. ഒരു നിമിഷം നന്ദയും അവിടെ കൂടിയിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. ഞാൻ ജനിച്ച പിന്നെ എന്റെ അച്ഛനെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഇപ്പോഴ് എനിക്കൊരു ആപത്ത് വന്ന സമയത്ത് എന്നെ രക്ഷിച്ച് നന്ദുവിന്റെ പപ്പയാ, അതുകൊണ്ട് എന്റെ പപ്പയുടെ സ്ഥാനത്ത് ഞാനിപ്പം നന്ദുവിന്റെ പപ്പയെ കാണുന്നെന്ന് പറയണം. ഇതൊക്കെ കേട്ട് ഹാളിലിരുന്ന നന്ദൻ ഞെട്ടിപ്പോവാ. പിങ്കിയൊക്കെ ഇങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ടാ നോക്കുന്നത്. എല്ലാരും ഇങ്ങനെ ഗൗരീനെ നോക്കുവാണ്. ഈ സമയത്ത് ഗോതത്തിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് ചെയ്യണം നടത്തില്ല. ഗോതം സ്റ്റേജിൽ നിൽക്കുവാണല്ലോ. പിന്നീട് പറഞ്ഞു, ഒരു പക്ഷെ എന്റെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സുഖമായിരുന്നറിയോ, എന്നെ ബീച്ചിലും പാർക്കിലും എല്ലാത്തിടത്തും കൊണ്ടുപോകും. പക്ഷെ എങ്കിൽ അമ്മയ്ക്ക് കൊണ്ടുപോകുന്നതിന് അങ്ങനെ ഒരു പരിധിയുണ്ട്. രാത്രി ആയാലും കൊണ്ടുപോകാനൊന്നും പറ്റില്ലോ. പക്ഷെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയാനോ. അപ്പൊ ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് ഒരു പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് ഗൗതത്തിന് നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ നന്ദുന്റെ പപ്പ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെന്ന് ചോദിക്കുക. അതിനെന്താ മോള് ചോദിച്ചോളാൻ പറയാണ്. അതെ, നന്ദു പപ്പയുടെ മോനായതുപോലെ മകനായതുപോലെ എന്നെ മോളാക്കാമെന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടതും ഗൗതം ഞെട്ടിത്തരിച്ചിങ്ങനെ ഗൗരീനെ നോക്കുവാണ്. അല്ല മോളെന്താ പറഞ്ഞേ? ഞാനും പപ്പയുടെ മോളായിക്കോട്ടെ എന്ന് ചോദിക്കുക. എന്നെ ദത്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് നന്ദ എവിടെ നിന്നിട്ട്, ഗൗരി നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക. പക്ഷെ ഗൗരി അത് മൈൻഡ് ആക്കിയില്ല. പിങ്കി അവരെല്ലാം ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. അവിടെ സ്റ്റേജിന്റെ താഴെ ഇരുന്നവരെല്ലാരും ഇങ്ങനെ ഒരു നിമിഷം ഗൗരിമോളെ ഇങ്ങനെ ട്യൂഷനായിട്ട് നോക്കുവാണ്. എന്താ ഈ കുട്ടി പറയണമെന്നുള്ള രീതിയിൽ അവർക്കൊന്നും മനസ്സിലായതും കൂടെ ഇല്ല. പിന്നീട് ഗൗരിമോള് പറഞ്ഞു, എനിക്ക് നന്ദുവിന്റെ പപ്പാനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നന്ദുവിന്റെ പപ്പ നന്ദുവിനെ എത്ര കാര്യമായിട്ടാ നോക്കണേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. നന്ദുവിനെ ദത്തെടുത്ത പോലെ തന്നെ എന്നെ നന്ദുവിന്റെ പപ്പയ്ക്ക് ദത്തെടുക്കാൻ പറ്റുമോ, മകളാക്കി ദത്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ മോളെ ഞാൻ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പപ്പനെ ഞാൻ ദത്തെടുത്തോളാം, അപ്പൊ കുഴപ്പമില്ലോ എന്ന് പറയണം. ഈ സമയത്താണ് അങ്ങോട്ട് നിർമ്മല് വരുന്നത്. നിർമ്മല് കേട്ടു ഈ കാര്യങ്ങളിലോ. നിർമ്മലിന് ഭയങ്കര വിഷമമായിപ്പോയി. നിർമ്മല അവിടെ ചേറെ വന്നിരിക്കുവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ആർക്കും പിന്നെ സങ്കടം വരായിരിക്കും. കാരണം അത്ര വികാരം നിർഭരമായ വാക്കുകളായിരുന്നു ഗൗരിമോൾ അത്ര സെൻസിറ്റീവ് ആണ് പറയണത്. നമുക്ക് തന്നെ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. എനിക്ക് പപ്പായില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയണ. അത് പിന്നെ മോളെ ഞാൻ പെട്ടെന്ന് നന്ദയങ്ങ് എഴുന്നേറ്റ് എന്ന് ഗൗരിനെ വിളിക്കുകയാണ്. ഗൗരി ഇങ്ങോട്ട് വരാൻ പറയാണ്. വരാൻ പറഞ്ഞപ്പോഴത്തേനും ഗൗരിക്കാണ് വരാൻ ഭയങ്കര മടി. പെട്ടെന്ന് എല്ലാവരും നന്ദ പറഞ്ഞു, സോറി കേട്ടോ, അവള് കുഞ്ഞല്ലേ, അവളുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാന്ന് പറയണം. ഗൗരി പറഞ്ഞല്ല, ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞ, ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. ഒരു പക്ഷെ നന്ദുവിന്റെ പപ്പ എന്റെ ആണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്റെ പേര് തന്നെ ഞാൻ മാറ്റും. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഗൗരി നന്ദ ഗൗതം അങ്ങനെ ആക്കാൻ തന്നെ ഞാൻ മനസ്സ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് ഞാൻ എടുത്ത തീരുമാനമല്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്ന എന്നൊക്കെ പറയണ. ചെറിയ വായിലെ വലിയ വർത്താനം പറയുന്ന പോലെ അവളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങളിൽ അവളിങ്ങനെ പുറത്തേക്ക് പറയണം. ഇതൊക്കെ കേട്ടപ്പോ ഗൗതത്തിന് എന്ത് മറുപടി പറഞ്ഞില്ല. നന്ദ പറഞ്ഞു, ഗൗരി നീ എന്താ പറയണെന്ന് നിനക്ക് അറിയാമെന്ന് ചോദിക്കാം. എനിക്കറിയാം, എനിക്ക് പപ്പയെ വേണം, പക്ഷെ എനിക്ക് ഇതുപോലത്തെ ഒരു പപ്പയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണേ എന്നൊക്കെ പറയണം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പത്തിന് നന്ദയുടെ നിയന്ത്രണം വിട്ടു. നന്ദ പെട്ടെന്ന് എന്ന് ഗൗരിനെ അങ്ങോട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വരുവാണ്. ആ മൈക്കോടെ വെച്ചിട്ട് അതിനുശേഷം അങ്ങോട്ട് എല്ലാവരോടും പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു എല്ലാവരും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നന്ദയും കൂട്ടി അങ്ങോട്ട് പോവാണ്. ഒരു നിമിഷം ഗൗതത്തിന്റെ വരെ സമനില തെറ്റിപ്പോയി. കുറച്ച് സമയം കൊണ്ട് എല്ലാവരും ഒന്ന് മുൾമുനെ നിർത്തി കളഞ്ഞ അവളുടെ ഓരോ വാക്യങ്ങളും ഓരോ സംസാരം എല്ലാവരും ഞെട്ടലുണ്ടാക്കിയെന്ന കാര്യമായിരുന്നു. കാരണം ഗൗരി ഇത്ര കാര്യമായിട്ട് പറയുന്നൊന്നും ആരും പ്രതീക്ഷിച്ച കാര്യമില്ല. ഗൗതത്തിന് വരെ എന്ത് ചെയ്യണം നടത്തില്ല. അവളുടെ കുഞ്ഞു മനസ്സിൽ അത്രയേറെ അവൾ അവളുടെ അച്ഛനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലേക്കും വരുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് ഭയങ്കര കട്ടക്കലിപ്പായിരുന്നു. നന്ദ ഗൗരിയോട് ദേഷ്യപ്പെട്ടിരിക്കുക. നിനക്ക് നാണമില്ല അവിടെ വെച്ച് അങ്ങനെ പറയാനായിട്ട്? നിന്നോട് ആരടി പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? നിന്നെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചു വിട്ടാണെന്നൊക്കെ ചോദിക്കണം. അല്ലമ്മ അത് പിന്നെ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലോ. എന്ത് തെറ്റായിട്ട്? ഞാൻ നന്ദുവിന്റെ പപ്പയോടെ എന്നെ അഡോപ്റ്റ് ചെയ്യാന്നല്ലേ ചോദിച്ചുള്ളൂ. അതിന് അമ്മ എന്തിനാ വിഷമിക്കണേ? പക്ഷെ നന്ദയ്ക്കല്ലേ അറിയത്തുള്ളൂ ശരിക്കുള്ള പപ്പായ എന്നുള്ള കാര്യം അവളുടെ. ഈ സമയത്ത് ഗൗരി പറഞ്ഞു, അതിന് അമ്മ എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പോലും. എല്ലാവരുടെ മുന്നിൽ എന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ നീ ചെയ്തല്ലേടി. നിനക്ക് ഞാൻ സ്നേഹിക്കുന്നില്ലേ? നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ലേ? നിനക്ക് വേണ്ടുന്ന സ്നേഹമൊക്കെ തരുന്നില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കണം. അപ്പോഴേക്കാണ് നിർമ്മല അങ്ങോട്ട് വരുന്നത്. നിർമ്മല കേട്ടി പറയണൊക്കെ. ഈ സമയം ഗൗരി പറഞ്ഞു, അതുകൊണ്ടായല്ലോ അമ്മേ, എനിക്ക് എന്റെ പപ്പയുടെ സ്നേഹം കൂടെ വേണ്ടേ? എനിക്ക് ഒരു പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എത്ര വട്ടം ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അമ്മ പറഞ്ഞപ്പോ എന്റെ പപ്പേനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ പപ്പ ആരെന്ന് ഞാൻ അന്വേഷിക്കാൻ വന്നോ? ഇല്ലല്ലോ. എനിക്ക് അതൊന്നും വേണ്ട. ഞാനിപ്പോ ചോദിച്ചെന്താ, നന്ദുവിന്റെ പപ്പയുടെ എന്റെ
പപ്പയാവാൻ പറ്റുമെന്നല്ലേ. ഇത് കേട്ടതും നന്ദയ്ക്ക് ദേഷ്യം വന്നു. നന്ദ പറഞ്ഞു, എന്താ വഴിയെ പോകുന്നവരെല്ലാം നീ പിടിച്ചിട്ട് അച്ഛനാക്കുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ഗൗരിക്ക് ഭയങ്കര സങ്കടം വന്നു. നിന്നെ ഞാൻ കാണിച്ചാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്ദയ്ക്ക് ദേഷ്യം വന്ന് കുറച്ച് തല്ല കൊടുക്കുകയാണ് ഗൗരിക്കിട്ട്. ഇത് കണ്ടുകൊണ്ട് നിർമ്മലിനെ പുറത്തേക്കാൻ പറ്റുമോ? നിർമ്മൽ പാഞ്ഞു കയറി അങ്ങോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, നന്ദയോട് ചോദിച്ചു, നീ എന്താ നന്ദയെ കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത്ര ഇല്ലാത്ത കുഞ്ഞിനോടാണോ നിന്റെ പരാക്രമം എന്ന് പറയണം. അങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണം. ലോറി അങ്കിളെന്ന് വിളിഞ്ഞുകൊണ്ട് നിർമ്മലിനെ കെട്ടിപ്പിടിക്കണം. മോള് വിഷമിക്കണ്ട, മോള് കയറി പൊക്കോളം പറയണം. അങ്ങനെ ഗൗരി നന്ദയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദേ അമ്മയോട് ഞാൻ കൂട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ പണിഞ്ഞ് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം നിർമ്മൽ പറഞ്ഞു, എന്ത് പരിപാടിയാ നന്ദയെ കാണിച്ചേ? നന്ദയ്ക്ക് എന്താ ഒട്ടും ബോധമില്ലേ? ഇത്ര ഇല്ലാത്ത ആ കുഞ്ഞിനോടാണ് എങ്ങനെയൊക്കെയെന്ന് ചോദിക്കുകയാണ്. പിന്നെ അവള് കാണിച്ചെന്താ? വേറെ ആരോടും അല്ലല്ലോ, സ്വന്തം അച്ഛനോട് തന്നെയല്ലേ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞേ. അതിന് നന്ദയ്ക്ക് എന്താ എത്ര ടെൻഷൻ എന്ന് ചോദിക്കുക. നിർമ്മൽ എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടെ. എന്നാലും ഇത് കുറച്ച് അന്യായം തന്നെ കേട്ടോ. ഇനിയെങ്കിലും ആ സത്യങ്ങളൊക്കെ തുറന്നു പറ. പാവം ഗൗരിമോള്, അവളുടെ മനസ്സിന്റെ വേദന എന്താന്ന് നന്ദയ്ക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. അല്ല നന്ദ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും കാലമായി ഞാനിവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഞാനിവിടെ വരുന്ന ഓരോ ദിവസവും അവളുടെ അച്ഛനായിട്ടായിരിക്കും അവളുടെ മുന്നിലേക്ക് വരുന്നത്. അവൾക്ക് വേണ്ട സാധനങ്ങളാ മേടിച്ചു പെറുക്കി. പക്ഷെ ഇന്ന് വരെ അവളെന്നെ അച്ഛാന്ന് വിളിച്ചിട്ടില്ല. എന്താണെന്നറിയാവോ? അവൾക്കറിയാം ഞാൻ അവളുടെ രക്തമല്ലെന്ന്. പക്ഷെ എങ്കില് അവളിപ്പം ഗൗതമേണ്ണെ അങ്ങനെ പപ്പയായിട്ട് കാണാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതാ രക്തബന്ധത്തിനും ഗുണമാണ് അവള് കാണിച്ചിരിക്കുന്നത്. അവൾക്ക് അറിയത്തില്ലേ പോലും അവളുടെ മനസ്സ് കണ്ടോ, അവൾ ആഗ്രഹിക്കുന്ന എന്താന്ന് കണ്ടോ. ഒരു പക്ഷേങ്കില് എന്നെ പോലെ ലോറിക്കാരനെ ഒരിക്കലും അവള് അച്ഛനാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകത്തില്ല. കാരണം നന്ദയൊരു ഡോക്ടറാണ്, തന്റെ അമ്മയൊരു ഡോക്ടറാണ്. അപ്പൊ അമ്മയ്ക്ക് ചേരുന്ന ഒരാൾ വേണ്ടേ അച്ഛനായിട്ട് വരാനായിട്ട്. അതുകൊണ്ടായിരിക്കും അവള് ചിലപ്പം ഗൗതമേട്ടനെ അച്ഛനായിട്ട് കണ്ടിരിക്കുന്നത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ ഒന്ന് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ഇനിയെങ്കിലും ഉള്ള നൈന്ന് തുറന്നു പറയാൻ പറയണം. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, നിർമ്മലെ നീ കുടിച്ചിട്ടുണ്ടോന്ന് ചോദിക്കാം. പിന്നെ കുടിക്കാതെ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ കുടിക്കാതെ വന്ന് മുന്നേക്കാണ്ട് പറ്റുമോ? എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അവളുടെ വിഷമം കണ്ടിയുമ്പത്തേന് എന്റെ ചങ്ക് പൊടിഞ്ഞു. അത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും, അവളെ സ്നേഹിക്കുന്ന ആർക്കും അതിങ്ങനെ സ്വഭാവത്തോടെ കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. മാത്രം വാക്കുകളല്ലേ അവളോട് പറഞ്ഞത്. അതെന്താ നന്ദ മനസ്സിലാക്കാത്തെ എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദയോട് ഭയങ്കരമായിട്ട് നിർമ്മലയോട് ദേഷ്യപ്പെടുവാണ്. നന്ദയ്ക്ക് എന്തോ ചെയ്യണം നടത്തില്ല, ഒരു മറുപടി പോലും ഇല്ല. പിന്നീട് നിർമ്മല ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം അരുന്ധതി ലക്ഷ്മിയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജഗന്നാഥനും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും അരുന്ധതി പറഞ്ഞു, എന്നാലും ആ പെണ്ണ് പറഞ്ഞ കേട്ടോ, അവള് കൊള്ളാ ഗൗരി എന്ന് പറയുന്ന അവളുടെ മോഹം ചെറുതൊന്നും അല്ലല്ലോ. അവൾക്ക് ഇങ്ങോട്ട് വരണം പോലും. ഇന്ത്യവരത്തിൽ വന്ന് അവർക്ക് ആദ്യം സ്ഥാപിക്കണം. എല്ലാം നന്ദയുടെ പരിപാടിയാന്ന് തോന്നേ. നന്ദ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടായിരിക്കും. ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു, അല്ല അതിന്റെ ആവശ്യം എന്താ? നന്ദയ്ക്ക് അതിന്റെ കാര്യമുണ്ടോ? പിന്നില്ലാതെ അവൾക്ക് ഇന്ത്യവരത്തിൽ കയറി പറ്റാനായിട്ട് അവള് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ആ പെങ്കൊച്ച് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? മുതിർന്ന ആൾക്കാർ പറയുന്ന പോലെയല്ല അവള് സംസാരിച്ചേ. അതിന്റെ എന്താ ആവശ്യം അവൾക്ക് ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മി പറഞ്ഞു, ഇത്രയില്ലാത്ത ആ കുഞ്ഞ് അവൾ ഇങ്ങനെയൊക്കെ പറയും, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ്. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, അതാ ഞാനും പറഞ്ഞേ, ഇതെല്ലാം ആ നന്ദയുടെ കളികളായിരിക്കുമെന്ന്. മനഃപൂർവ്വം അവള് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ കരുവാക്കുന്നതൊക്കെ പറയണം. മഹേശ്വരൻ പറഞ്ഞു, എന്നാലും ആ ഇത്തിരിയില്ലാത്ത കുഞ്ഞല്ലേ അവളുടെ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും ആയിരിക്കില്ലേ അവള് പറഞ്ഞേ എന്നൊക്കെ പറയണം. അരുന്ധതി പറഞ്ഞു, ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ലത്. അവൾ ഇനിയിപ്പൊ എന്തൊക്കെ കിടന്ന് പറന്നു പറഞ്ഞാലും അവളെ ആ പെണ്ണിനെ ഇങ്ങോട്ട് ഈ കുടുംബത്തിലേക്ക് ആരും കയറ്റിക്കൊണ്ട് വരുന്നുള്ള മോഹങ്ങളൊന്നും അവളുടെ മനസ്സിൽ വേണ്ടാന്നൊക്കെ പറയണം. പിന്നീട് അരുണും പവിത്രനും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു കഞ്ച് പവിത്ര കുറച്ചു നേരം പുറത്ത് ഇരിക്കുക. അരുൺ ഇവിടെ ഇരിക്കാൻ പറയണ. അല്ല എന്താ ഡോക്ടർ പറയാനുള്ളത് പറഞ്ഞോ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇവിടെ ഇരുന്ന് കേട്ടോളാന്ന് പറയണ. ഇതായിട്ടപ്പോ ഡോക്ടർ എനിക്ക് അരുണിനോട് മാത്രമായിട്ട് സംസാരിക്കേണ്ട, അതിനുശേഷം പവിത്രയോട് സംസാരിക്കേണ്ട അങ്ങനെയാന്ന് പറയണ. അല്ല അതിന് ഞങ്ങൾ ചെക്കപ്പിന് വേണ്ടി വന്നല്ലോ ഡോക്ടർ എന്ന് പറയണ. അതിപ്പോ ചെക്കപ്പിന് വന്നാണെങ്കിലും അല്ലെങ്കിലും ശരി എന്റെ അടുത്തേക്ക് വന്നല്ലേ, അപ്പൊ നിങ്ങളോട് തനിച്ച് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണ. പവിത്രയോട് പുറത്ത് നിൽക്കാനായിട്ട് പറയാ. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും പവിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പവിത്ര ടെൻഷനോട് കൂടിട്ടാ പുറത്തേക്ക് പോകുന്നേ. കാരണം തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ഓർത്തോണ്ട് അരുണേട്ടൻ ഇത്ര സന്തോഷിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഡോക്ടർക്ക് പറയാനുള്ളത് തന്റെ വയറ്റിൽ കുഞ്ഞില്ലെന്നെങ്ങാനും ആണോ, അതൊക്കെ ഓർത്ത് വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ട് പുറത്തേക്ക് പോവാണ് പവിത്ര. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.